പത്രോസിന്റെ 267 പിൻഗാമിയായി ലയോ 14 മാർപ്പാപ്പ ഇന്ന് സ്ഥാനമേൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാരത കത്തോലിക്ക സഭ, ഭാരതീയർ മുഴുവൻ തന്നെ സന്തോഷിക്കുകയാണ്. ഇന്ന് ലയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ തന്നെ കത്തീഡ്രലിൽ കുർബാന അർപ്പിച്ച് സ്തോത്രഗീതം വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഉടനെ തന്നെ തൃശ്ശൂർ അതിരൂപതയിലെ 1200ഓളം ആഘോഷമായി ദിവ്യകാരുണ്യം സ്വീകരിച്ച കുട്ടികളോട് ചേർന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്ന് ഒരുമിച്ച് വരികയാണ്. ഇന്ന് ഇതേ സമയത്ത് തന്നെ മാർപ്പാപ്പ സ്ഥാനാരോഹണം നടത്തുന്ന അവസരത്തിൽ ഞങ്ങളുടെ അതിരൂപതയിൽ 1200ഓളം കുട്ടികൾ, ആഘോഷമായി ദിവ്യകാരുണ്യം സ്വീകരിച്ച കുട്ടികൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുർബാനയ്ക്കായി വന്നിരിക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരും പ്രതീക്ഷിച്ചില്ലെങ്കിലും ലയോ 14 മാർപ്പാപ്പ അമേരിക്കയിൽ നിന്നുള്ള റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് എന്ന കർദിനാൾ ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. അത് കഴിഞ്ഞ 13-ാം തീയതി ഞാൻ റോമിൽ വെച്ച് ജൂബിലിയുടെ ഭാഗമായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പോലെ പൗരസ്ത്യ സഭകളുടെ കൽതായ സീറോ മലബാർ സഭയുടെ കുർബാനയിൽ ഞങ്ങൾ പങ്കുചേർന്നു. വലിയ സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് 14-ാം തീയതി മാർപ്പാപ്പ സ്ഥാനാരോഹണം നടത്തുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ബുധനാഴ്ച പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി പോൾ 6 മാർപ്പാപ്പയുടെ നാമധേയത്തിലുള്ള 10,000 പേർക്ക് ഇരിക്കാവുന്ന ഹാളിൽ പൗരസ്ത്യ സഭാംഗങ്ങൾ, പ്രത്യേകിച്ച് സീറോ മലബാർ, കൽതായ, ഉക്രൈൻ മറ്റു സഭകളുടെ അംഗങ്ങൾക്ക് കൂടി ഒരു പ്രത്യേക ഓഡിയൻസ് നൽകി. സാധാരണ നിലയിൽ അത് സ്ഥാനാരോഹണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു പബ്ലിക് ഓഡിയൻസ് ഉണ്ടാവാറില്ല. പക്ഷെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ഓഡിയൻസ്, അതിൽ പ്രത്യേകിച്ച് സഭാ അധ്യക്ഷന്മാരെ ഒക്കെ, പൗരസ്ത്യ സഭാ അധ്യക്ഷന്മാർക്കൊക്കെ പ്രത്യേക ഓഡിയൻസ് കൂടി നൽകി. വലിയ സന്തോഷമുണ്ട്. ലിയോ 14 മാർപ്പാപ്പയ്ക്ക്, ബെനഡിക്ട് മാർപ്പാപ്പയ്ക്കും ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇന്ത്യൻ സഭയെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരണമെന്നൊക്കെ വളരെ ആഗ്രഹിച്ചതാണ്. ഞാൻ പേഴ്സണലായിട്ട് തന്നെ മാർപ്പാപ്പയോട് ഇത് ക്ഷണിച്ചിട്ടുണ്ടായി. പ്രൈം മിനിസ്റ്ററോട് ആവശ്യപ്പെട്ടു, പ്രൈം മിനിസ്റ്ററും ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ വരാൻ സാധിച്ചില്ല. ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച 14-ാം തീയതി മാർപ്പാപ്പയുമായി സംവദിക്കാൻ, പ്രത്യേകിച്ച് ഭാരതസഭയ്ക്ക് വേണ്ടി മാർപ്പാപ്പയെ ക്ഷണിക്കാനായിട്ട് സാധിച്ചു. ഭാരതസഭയുടെ പേരിൽ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചപ്പോൾ മാർപ്പാപ്പ ഞാൻ ശ്രമിക്കാം എന്നുള്ളതാണ് എനിക്ക് നൽകിയ മറുപടി. ഒപ്പം തന്നെ കഴിഞ്ഞ ബുധനാഴ്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈറലായിട്ടുള്ള ഇന്ത്യൻ ശൈലിയിലുള്ള ഒരു ഷോൾ അണിയിച്ചു. വാസ്തവത്തിൽ മാർപ്പാപ്പയ്ക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ പൗരസ്ത്യ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ഗുജറാത്തിയും ഞാനും ഇന്ത്യൻ രീതിയിലുള്ള ഒരു സ്വീകരണം ഇങ്ങനെയാണ്, ഷോൾ അണിയിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ മാർപ്പാപ്പ വലിയ സന്തോഷമായി. അതാണ് നേരത്തെ പറഞ്ഞ വൈറലായത് കഴിഞ്ഞ ബുധനാഴ്ച. അതുകൊണ്ട് കൂടുതൽ നേരം സംസാരിക്കാൻ, ഭാരത സഭയെക്കുറിച്ച് ഞാൻ സീറോ മലബാർ സഭ അംഗമാണെന്ന് പറഞ്ഞു, ക്ഷണിക്കാൻ പറ്റും. ഒപ്പം തന്നെ ഞാൻ തൃശ്ശൂരിൽ നിന്നൊരു സമ്മാനം, ചില്ലുകൊണ്ടുള്ള തോമസ് ലീഹായുടെ ഒരു ചിത്രം, അതിൽ മാർപ്പാപ്പയ്ക്ക് ആശംസകൾ നേർന്നുള്ള ഒരു ശില്പവും നൽകുകയുണ്ടായി. ഏതായാലും വലിയ സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത് ലിയോ 14 മാർപ്പാപ്പ അന്ന് നൽകിയ സന്ദേശമാണ്. അതിമനോഹരമായൊരു സന്ദേശമാണ് പൗരസ്ത്യ സഭകൾക്കായി സ്ഥാനാരോഹണം നടത്തുന്നതിന് മുമ്പ് തന്നെ ലിയോ 14 മാർപ്പാപ്പയുടെ ചിന്തകൾ പകർന്നുവത്. പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നും, സഭ എന്ന് പറയുന്നത് സഭകളുടെ കൂട്ടായ്മയാണ്. നമുക്കറിയാം 24 സഭകളുടെ കൂട്ടായ്മയാണ്. ഏറ്റവും പ്രധാനമായി ലത്തീൻ സഭ, 23 പൗരസ്ത്യ സഭകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട സഭകളിൽ ഒന്നാണ് സീറോ മലബാർ സഭ. ഉക്രൈൻ സഭയാണ് ഏറ്റവും വലുത്, കഴിഞ്ഞാൽ സീറോ മലബാർ സഭയാണ്. അപ്പോൾ ഓരോ പൗരസ്ത്യ സഭയും അതിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നും, അങ്ങനെ എല്ലാ സഭകളും കൂടി ഒന്നു ചേർന്നതാണ് ഈ കത്തോലിക്ക സഭ എന്നുള്ള സന്ദേശം അത് മാർപ്പാപ്പ പറയുകയും, അതിൽ വളരെ പ്രധാനപ്പെട്ട മാർപ്പാപ്പയുടെ മുദ്രാവാക്യം, ലിയോ 14 മാർപ്പാപ്പയുടെ മുദ്രാവാക്യം ഇൻ ഇല്ലോ ഊനോ ഊനും എന്നുള്ളതാണ്. അതായത് ക്രിസ്തുവിൽ നാം ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള സന്ദേശത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിലെ എല്ലാ ക്രൈസ്തവരെയും, ഒപ്പം തന്നെ എല്ലാ മനുഷ്യരെയും സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്നു. ലിയോ 14 മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ബെനഡിക്ട് മാർപ്പാപ്പയുടെയും ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ഒക്കെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യത്തെ വാക്കുകൾ ഉത്തിതനായി ഈശോ പറഞ്ഞ വാക്കാണ്, പീസ് ബി വിത്ത് യു, സമാധാനം നിങ്ങളോടുകൂടെ. അതുകൊണ്ട് ലിയോ 14 മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വർത്തിക്കുന്ന, ഇടപെടുന്ന മാർപ്പാപ്പയാകും എന്നതിനെക്കുറിച്ച് സംശയമില്ല. ക്രിസ്തു നൽകിയ സമാധാനമാണ് ലോകത്തിന്റെ സമാധാനത്തിലുള്ള ഒരേ ഒരു ഉത്തരം.
ആ സമാധാനം പകരും. അതുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച ലയോ 14 മാർപ്പാപ്പ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരസ്യമായി തന്നെ പ്രാർത്ഥിച്ചത്. അത് തന്നെയാണ് ഇപ്പോഴും. ഇങ്ങനെ എവിടെയൊക്കെ പ്രതിസന്ധികളുണ്ടോ അവിടെയൊക്കെ ഇടപെടാൻ തയ്യാറായി ലയോ 14 മാർപ്പാപ്പ സമാധാനത്തിന്റെ വക്താവായി, ലോക മനസ്സാക്ഷിയുടെ അടയാളമായി, യേശുവിന്റെ വികാരിയായി, പത്രോസിന്റെ പിൻഗാമിയായി, സഭയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ലയോ 14 മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുക്കുന്ന, സ്ഥാനാരോഹണം നടത്തുന്ന ഈ സമയത്ത് പൗരസ്ത്യ സഭകളുടെ നാഥാക്കന്മാർ അവിടെയുണ്ട്, ലോകത്തിലെ കർദിനാൾമാരുടെ, ലോകത്തിൽ നിന്ന് എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികളുണ്ട്. ഈ അവസരത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആശംസകൾ നേരുകയാണ്. ഇന്ത്യയിലേക്ക് എത്രയും വേഗം വരാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് കൂടി ഞാൻ പറയുകയാണ്. ഷെക്കൈന TV ഈ ലയോ 14 മാർപ്പാപ്പയുടെ ഈ സ്ഥാനാരോഹണം അങ്ങനെ ലൈവായിട്ട് കൊടുക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ആശംസകൾ നേരിട്ട്, ആയുരാരോഗ്യങ്ങൾ ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ വികാരി, പത്രോസിന്റെ പിൻഗാമി, സഭയുടെ അധ്യക്ഷൻ നീണാൽ വാഴട്ടെ, അനുഗ്രഹീതനാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ നന്ദി പിതാവേ, അങ്ങേക്ക് തിരക്കുണ്ട്. ആ തിരക്ക് സമയത്തിനിടയിലും ഷെക്കൈന ന്യൂസുമായി അങ്ങ് സമയം ചെലവഴിച്ചത്. അങ്ങ് പറഞ്ഞതുപോലെ എത്രയും വേഗം തന്നെ ഭാരതം സന്ദർശിക്കുവാൻ ലയോ 14 മാർപ്പാപ്പയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വളരെ നന്ദി പിതാവേ. താങ്ക് യു പിതാവേ.